ന്യായാധിപന്മാർ 17:18 എന്നീ തിരുവെഴുത്തുകളിൽ ന്യായപ്രമാണം ഉപേക്ഷിച്ച് അന്യദൈവത്തിന് പുരോഹിതനായി തീർന്ന മോശയുടെ പൗത്രൻ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെയും മാനവജാതിയുടെയും ഹൃദയമെന്ന പലകയിൽ യഹോവയുടെ നിയമം എഴുതുവാനായി സാക്ഷാൽ ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്നു. ഏദനും കനാനും പകരം ദൈവരാജ്യം സ്ഥാപിച്ചു. പരിച്ഛേദന എന്ന പഴയ നിയമത്തിന് പകരം സ്നാനം അഥവാ മാമോദീസയിലൂടെ രക്ഷയിലേക്കുള്ള വഴി തുറന്നു. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം അവർക്ക് നൽകി. അങ്ങനെ സാത്താൻ്റെ ദാസ്യത്തിലായിരുന്ന പഴയ നിയമ ജനതയെയും കട്ടൊലിവായിരുന്ന ജാതികളെയും ഒരുപോലെ പുത്രൻ്റെ രാജ്യത്തിൽ മക്കളാക്കി തീർത്തു. ഇനിയും നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ സഭയോട് 5:2-4 വരെയുള്ള തിരുവചനങ്ങളിൽ കൂടി പറയുന്നു. പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനും 10 കൽപ്പനകളും 600-ൽ പരം അനുബന്ധ നിയമങ്ങളും അടങ്ങുന്ന ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന് അപ്പോസ്തലൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. നിങ്ങൾ പിന്നെയും തിരിഞ്ഞ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിച്ചാൽ നിങ്ങൾക്ക് ആത്മാവിനെ അച്ചാരമായി തന്ന ക്രിസ്തുവിനോടും രക്ഷാപദ്ധതിയിൽ നിന്നും വേർപെട്ടുപോയി പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ട കൃപയിൽ നിന്നും വീണുപോയി എന്ന സത്യം പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ സഭയെ ബോധ്യപ്പെടുത്തുന്നു. ഒപ്പം പുതിയ നിയമസഭയെയും. രക്ഷയിലേക്ക് പ്രവേശിക്കപ്പെട്ട നാം പാപം കൂടാതെ ജീവിക്കുവാനായി ആത്മാവിനെ അച്ചാരമായി തന്ന ക്രിസ്തുവിനോടുകൂടി നമുക്ക് ചേർന്നിരിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.